കോട്ടൺ ഹിൽ സ്കൂളിൽ സാധന സാമഗ്രികളൊക്കെ കൊടുത്തു തുടങ്ങാറായോ? ഉദ്യോഗസ്ഥന്മാരൊക്കെ എത്തിത്തുടങ്ങിയോ? എന്താണ്? ആദ്യമായിട്ടൊക്കെ വോട്ട് ചെയ്യാൻ പോകുന്നവരുണ്ടാവില്ലേ? ആദ്യമായിട്ടൊക്കെ ഈ പോളിംഗ് ഡ്യൂട്ടിക്ക് പോകുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, കന്നി ഉദ്യോഗസ്ഥന്മാർ. അവരുടെയൊക്കെ പ്രതികരണം നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അല്പം ടെൻഷനൊക്കെ ആയിരിക്കും, ചിലരൊക്കെ വലിയ കൗതുകത്തോടു കൂടി ആയിരിക്കും വരിക. എന്താണ് കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്നുള്ള കാഴ്ചകൾ? പ്രതീഷ്. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം നേമം. ആ നിയമസഭാ മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കോട്ടൺ ഹിൽ സ്കൂളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഏകദേശം 8 മണിയോടുകൂടി ആരംഭിക്കും. അതിനുള്ള ഒരുക്കങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ. ഈ പോളിംഗ് സാമഗ്രികൾ ഇവിടെ എത്തി കൈപ്പറ്റാൻ നേരത്തെ തന്നെ രാവിലെ 7 മണി മുതൽ തന്നെ ഈ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അവർക്ക് ഈ പോളിംഗ് സാമഗ്രികൾ കൈമാറുന്ന നടപടിക്രമങ്ങളാണ് നടക്കാനുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. അവരുടെ പേര് വിളിക്കുന്ന മുറയ്ക്ക് അവർ പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റി അവർക്ക് നിർദ്ദേശിച്ചിട്ടുള്ള ബൂത്തുകളിലേക്ക് മടങ്ങുന്നതാണ് പ്രധാനമായും രീതി. അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ആദ്യമായി തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് എത്തുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഒപ്പം ഒരുപാട് നാൾ ഇത്തരത്തിൽ ജോലി ചെയ്ത് പരിശീലനം ലഭിച്ച അല്ലെങ്കിൽ തഴക്കവും പഴക്കവും വന്ന ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷേ ആർക്കും തന്നെ ഒരു ആശങ്ക അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകേണ്ട സാഹചര്യം ഇല്ല എന്നതാണ് തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ മുൻകൂട്ടി പരിശീലനം ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഒരു വളരെ ഉന്മേഷത്തോടു കൂടി വളരെ ഉത്സാഹത്തോടു കൂടി തന്നെയാണ് ഈ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഈ ഓരോ കേന്ദ്രങ്ങളിലും പുരോഗമിക്കുന്നുണ്ട്. സംസ്ഥാനത്താകെ 43 കേന്ദ്രങ്ങളിലാണ് പോളിംഗ് സാമഗ്രികൾ സജ്ജമാക്കിയിട്ടുള്ളത്. ആ 43 കേന്ദ്രങ്ങളിലാണ് മറ്റ് ബൂത്തുകളിലേക്ക് പോളിംഗ് സാമഗ്രികൾ പോകുന്നത്. ഒപ്പം ഈ തിരഞ്ഞെടുപ്പിനായി ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യം കൂടി ഇത്തരത്തിൽ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഉയർന്നൊരു പരാതി ഈ ഉദ്യോഗസ്ഥർക്ക് പലർക്കും വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കുന്നില്ല, പോസ്റ്റൽ ബാലറ്റ് വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കുന്നില്ല എന്നതായിരുന്നു. പക്ഷേ ആ കുറ്റം ആ ഒരു പരാതി പരിഹരിക്കാനുള്ള നടപടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് 8 മണി മുതൽ ഈ കേന്ദ്രങ്ങളിൽ വോട്ട് ചെയ്യാനുള്ള പ്രത്യേക സൗകര്യവും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുതുതായിട്ട് പോളിംഗിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഈ വോട്ടിംഗ് ഉദ്യോഗസ്ഥന്മാരൊക്കെ എത്തുമ്പോൾ അവർക്കെതിരെ ആശങ്കകളൊക്കെ ഉണ്ടാവും. നമുക്ക് അവരുടെ പ്രതികരണങ്ങളൊക്കെ കൊടുക്കാം. പോളിംഗ് ഉദ്യോഗസ്ഥന്മാരുടെ റിയാക്ഷൻസിന് വേണ്ടി കൂടി ശ്രമിക്കുക. താങ്ക് യു.